കാര്യം ചെയ്യൂ, അവിടെ പോയിട്ട് ഈ ബുക്ക് ഇതിനകത്ത് വലുതാക്കി എഴുതി വെച്ചോളൂ. മക്കളെ, സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഒരു പുസ്തകത്തിൽ ഇഷ്ടംപോലെ പേജ് നമ്പറുകൾ, ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അതിൽ നിന്ന് ഒരു വാക്കും പേജ് നമ്പറുമാണ് റിസ്വാൻ ടീച്ചർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ലോക നേതാക്കൾ ഇഷ്ടംപോലെ പേരുണ്ട്. ആ പേരിനകത്ത് ഒരു പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ കണ്ടോളൂ. എൻ്റെ പിള്ളമാഷുണ്ട്, ശാന്ത ടീച്ചറുണ്ട്, അവരോടൊപ്പമുള്ള നിമിഷങ്ങളാണ്. ഞാൻ പിന്നെ അതിന് ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം കേട്ടോ. ആർ യു റെഡി? വാച്ച് ദാറ്റ് വീഡിയോ പ്ലീസ്. ഒരു കൂറ്റനരയാലു കാണാമതിൻ്റെ കൽത്തറയിന്മേൽ കയറി. അച്ഛൻ നട്ട ഈ ആൽമരത്തിനരികിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ ഇന്നും ഒരു കുട്ടിയാണ്. പഠിപ്പിച്ച ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരാൽമരം പോലെ ഇന്നും എന്നിൽ പടർന്നു നിൽക്കുന്നു. ആദ്യ വിദ്യാലയത്തിൻ്റെ ആർദ്രമായ ഓർമ്മകൾ. കവളമുക്കട്ട ഗവൺമെന്റ് LP സ്കൂൾ. അറിവിന്റെ വാതായനങ്ങളിലേക്കുള്ള ആദ്യ ചുവടുകൾ. പിള്ളമാഷ് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച ആദ്യ ഗുരുനാഥൻ. പുരികത്തിൽ കൈവച്ച് മേലോട്ടു നോക്കിയ പുതുമഴ കൊള്ളുവാൻ ഞാനുമേ. അപ്പൊ എല്ലാവരും ഇനി ഒന്ന് എഴുതിക്കേ. ഗോപി വന്നേ. ഇതെന്താ ഇത്? ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ. പല വഴി പാറി കരുളായി ഹൈസ്കൂളിന്റെ മുറ്റത്തെ പൂത്തുലഞ്ഞ ഇലഞ്ഞിമരം പോലെ ഞാനും എൻ്റെ സ്വപ്നങ്ങളും. ആദ്യ വിജയം അമേരിക്കൻ ഉള്ളിൽ വിടരാൻ വിതുമ്പി നിൽക്കുന്ന വിസ്മയ സ്വപ്നങ്ങളെ ആദ്യം തിരിച്ചറിഞ്ഞത് എൻ്റെ ശാന്ത ടീച്ചറായിരുന്നു. ഗോപി നോക്കട്ടെ. പതിവ് ശാസനകൾക്ക് പകരം പ്രോത്സാഹനത്തിൻ്റെ കയ്യടികൾ ക്ലാസ്സിൽ മുഴങ്ങിയപ്പോൾ ഞാൻ എന്നിലെ ഇന്ദ്രജാലക്കാരനെ തിരിച്ചറിയുകയായിരുന്നു. ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് എന്ന ടീച്ചർ ഒരു മഹാന്റെ ജീവിത കഥാഭാഗം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും എനിക്ക് ശക്തിയാണ്. ആ മഹാൻ മറ്റാരുമായിരുന്നില്ല. ഗോപി അറിയൂ? എബ്രഹാം ലിങ്കൻ. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളോടാണ് ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടോ? എൻ്റെ പിള്ളമാഷിയും ശാന്ത ടീച്ചറെയും കണ്ടോ? രണ്ടുപേരും ഇന്ന് ഇവിടെ ഇല്ല, നമ്മളോടൊപ്പം ഇല്ല, ഈ ഭൂമിയിലില്ല. അവർക്കുള്ള പ്രണാമം കൂടിയാണ് ഈ മാജിക്ക്. ഞാൻ ചോദിക്കട്ടെ, അന്ന് കവളമുക്കട്ട LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞു ഗോപി കുസൃതിയായിട്ട് സ്ലേറ്റിൽ എഴുതിയൊരു നമ്പർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പറ. 170. ഓക്കെ. അന്ന് പിള്ളമാഷ് സ്ലേറ്റിൽ എഴുതി കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ മെയ്, അല്ലേ? ആ രാജാരവിവർമ്മയും ചിത്രകലയും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇഷ്ടംപോലെ പേജ് നമ്പറുണ്ട്, ഇഷ്ടംപോലെ വാക്കുണ്ട്. എനിക്കറിയില്ല ടീച്ചർ ഏതാണ് സെലക്ട് ചെയ്തതെന്നല്ല. കം ഓവർ ഹിയർ ആൻഡ് ഷോ ടു ദി ഓഡിയൻസ് പ്ലീസ്. എക്സാക്ട്ലി ദി സെയിം. 170 മെയ്. 170 മെയ്, എക്സാക്ട്ലി ദി സെയിം. ഇനി വീണ്ടും ചോദിക്കുകയാണ്, അന്ന് പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശാന്ത ടീച്ചർ ഒരു മഹാന്റെ പേര് പറയിച്ചു, ഓർമ്മയുണ്ടോ? ആരാണ്? എബ്രഹാം ലിങ്കൺ.
നിരവധി ലോക നേതാക്കളുടെ പേരുണ്ടായിരുന്നു. ആൻഡ് യു സെലക്ടഡ് വൺ ഫ്രം ദാറ്റ്. വാട്ട് ഇസ് ദാറ്റ്? എബ്രഹാം ലിങ്കൺ. കുറച്ച് പറ. എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ. നല്ല കയ്യടി കൊടുക്കുക പ്ലീസ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ എബ്രഹാം ലിങ്കണെ കുറിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് എത്രയോ പരാജയങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. പരാജയങ്ങൾ 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 പരാജയങ്ങൾ. ആ പരാജയങ്ങൾക്കൊടുവിലാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറിയത്. അമേരിക്കൻ പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷം എബ്രഹാം ലിങ്കൺ ആദ്യം എടുത്തൊരു തീരുമാനമുണ്ട്. ഇപ്പോൾ VD സതീശൻ എടുക്കാൻ പോകുന്ന തീരുമാനമില്ലേ, എസ്കോർട്ട് വേണ്ട, പൈലറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എന്താണ്? പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി. അതുവരെ ഉണ്ടായിരുന്ന അടിമത്തം നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുത്തു. ലോകം മുഴുവൻ ഞെട്ടിപ്പോവാണ് എബ്രഹാം ലിങ്കൻ്റെ തീരുമാനം. ആ തീരുമാനം കേട്ട് അത് നടപ്പിലായി കഴിഞ്ഞ ഉടനെ തന്നെ എബ്രഹാം ലിങ്കൺ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി സ്റ്റേജ് തയ്യാറായി. എല്ലാവരും, ആ പൗരപ്രമുഖർ മുഴുവൻ, അമേരിക്ക മുഴുവൻ കാത്തു നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള സ്റ്റേജിൽ ഇങ്ങനെ എബ്രഹാം ലിങ്കൺ ഉയർന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സ്വീകരണം കൊടുക്കാൻ വേണ്ടി ലിങ്കണെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലിങ്കൺ എന്ത് ചെയ്യുന്നറിയാമോ? സ്റ്റേജിൽ നിന്ന് പതുക്കെ ഇറങ്ങി. നിയോൺ ബൾബുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിലേക്ക് നടന്നു പോയിട്ട് അവിടുന്ന് പ്രായം ചെന്ന ഒരു അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ അമ്മയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ശേഷം ആ അമ്മയെ കൂട്ടിക്കൊണ്ട് സ്റ്റേജിലേക്ക് വന്നു. ആ അമ്മയ്ക്ക് നടക്കാൻ വയ്യായിരുന്നു. പക്ഷേ അമ്മയെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തിയതിന് ശേഷം പറഞ്ഞു, അടിമത്തം നിർത്തലാക്കിയതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ ആദരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആദരവ് കൊടുക്കേണ്ടത് ഈ അമ്മയ്ക്കാണ്. കാരണം ഈ അമ്മ എഴുതിയ ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് അത്തരം ഒരു ചിന്ത, ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായത്. ആ സ്ത്രീയുടെ പേരെന്താണെന്ന് വെച്ചാൽ ഹാരിയറ്റ് ബ്രീച്ചർ സ്റ്റൗ എന്നാണ് അവരുടെ പേര്. 1858 തോന്നുന്നു അദ്ദേഹം അങ്കിൾ സ്റ്റോൺ ക്യാബിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ടോം അങ്കിളിൻ്റെ ചാള എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ DC ബുക്സ് പുറത്തിറക്കിയ പുസ്തകമുണ്ട് അതിനകത്ത്. ആ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യം, അടിമത്തം കൊണ്ട് അനുഭവിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനിച്ചത് എന്ത്? അടിമത്തം നിർത്തലാക്കണം. എപ്പോഴെങ്കിലും ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുക അടിമത്തം നിർത്തലാക്കുക. അപ്പോൾ ആലോചിക്കണം ഒരു പുസ്തകത്തിന് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ. എംബുകുതൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? എമ്മുകുന്ദൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടോ? കേട്ടവരുന്ന് കൈപോക്കി. എൻ്റെ അമ്മോ, ഞാൻ പോവുകയാണ് സാന്ദീപനി. ആ എമ്മുകുന്ദൻ്റെ ടോവിനോ തോമസിനെ കേട്ടവരുന്ന് കൈപോക്കിയേ ഉണ്ടോ? ഓക്കെ, ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചതാണ്. നമുക്ക് എമ്മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു പുസ്തകമാണ് എന്താണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ജെൻസിയെ അടിസ്ഥാനമാക്കിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താണ്? ഞാൻ പേര് മറന്നുപോയി. ഒരു എന്തിനൊക്കെ ആൻമേരിയിലേക്കുള്ള 100 ദിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചത്. ആൻമേരി സ്വിഫ്റ്റിലേക്കുള്ള 100 ദിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റസ്റ്റ് ബുക്കുണ്ട്. അത് ജെൻസിയാണ്. നിങ്ങളുടെ പ്രായത്തിൽ ചിന്തിക്കുന്ന ഒരു തലത്തിലുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ വികൃതികൾ എന്നാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എനിക്ക് തോന്നുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ പുസ്തകം വായിച്ചതാണ്. പുസ്തകം, ആ ബുക്ക് എന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളിൽ എഴുതിയിരിക്കുന്നത്, എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യടി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ട്, മഗ്യമദാമയുടെ സായിപ്പും മൈക്കലിൻ്റെയും എൽസിയുടെയും പപ്പയുമായ അൽഫോൻസ് അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്നൊരു മജീഷ്യനാണ്. അതായത് മയ്യഴിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം എല്ലാവരും വിട്ടുപോയിട്ടും അവിടെ തന്നെ ഒരു ഫ്രഞ്ച് അധീന പ്രദേശത്ത് അങ്ങനെ ജീവിച്ച ഒരു മാന്ത്രികനായിരുന്നു അൽഫോൻസ് അച്ഛൻ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഈ അൽഫോൻസ് അച്ഛൻ വലിയ വലിയ മാജിക്കൊക്കെ കാണിച്ച് സ്വന്തമായിട്ട് വീടൊക്കെ പണിതു. അങ്ങനെ ചില്ലുജാലകങ്ങളുള്ള വീടൊക്കെ പണിത് സുന്ദരമായിട്ട് അങ്ങനെ നടക്കുന്ന കാലത്ത് ആരൊക്കെയോ പ്രേരിപ്പിച്ച് ഇത്തിരി കഞ്ചാവ് അടിക്കാൻ തുടങ്ങി, കള്ള് കുടിക്കാൻ തുടങ്ങി. കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും അടിമയായി അൽഫോൻസ് അച്ഛൻ. എല്ലാം വിറ്റു, വീടും വിറ്റു, പറമ്പും വിറ്റു, എല്ലാം വിറ്റു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു മാധവേട്ടൻ്റെ വീട്ടിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മാജിക്കൊക്കെ നിർത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പേരിൽ, കള്ളു കുടിക്കാത്തതിൻ്റെ പേരിൽ, കഞ്ചാവ് കഴിക്കാത്തതിൻ്റെ പേരിൽ കൈ വിറയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ചീട്ടും പന്തും എല്ലാം എടുക്കുമ്പോൾ കൈ വിറച്ചതെല്ലാം താഴേക്ക് പോകുമ്പോൾ ഈ മാധവൻ വന്ന് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് അയാൾക്ക്. എന്നിട്ട് സായിപ്പ് ചോദിക്കുന്നുണ്ട്, സായിപ്പ് മാജിക്കൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അൽഫോൻസ് അച്ഛനൊരു കരച്ചിൽ കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അയാൾ, കഞ്ചാവിനും കള്ളിനും അടിമയായ എൻ്റെ മാധവ,
തോറ്റുപോയി ഞാൻ എന്ന് പറയുന്നുണ്ട്. മക്കളെ, ആ പുസ്തകത്തിൽ ഒരൊറ്റ വരിയാണ്, ഒറ്റ സെൻറ്റൻസാണ്. ഞാനന്ന് മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന കാലം ഞാൻ അന്ന് തീരുമാനിച്ചു, ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഒരു തുള്ളി മദ്യം ഞാൻ തൊടില്ല, ഒരു സിഗരറ്റ് വലിക്കില്ല. നന്ദി ഞാൻ തീരുമാനിച്ചു. ഇന്ന് വരെ ഞാൻ തൊട്ടിട്ടില്ല. കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു പുസ്തകത്തിന് നമ്മൾ എത്രമാത്രം ചിന്തിപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ ചിന്തകളിൽ നിങ്ങൾ നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക, നല്ല സ്ഥാപനങ്ങളിൽ കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ നാഡ്മി ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളെ നല്ല പൗരന്മാരാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി, നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ വേണ്ടി. അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. കാരണം തോറ്റ് കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു പത്രം കീറി മുറിച്ച് കഴിഞ്ഞാൽ മുറിയില്ല എന്ന് ഉറപ്പ് വരാൻ കാരണം അതിനകത്ത് വിജയത്തിൻ്റെ കഥകൾ മാത്രമാണുള്ളത്. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുന്നവരെ തോൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സോ നല്ല റൈറ്റ് വേയിൽ, നല്ല വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നല്ല ആളുകളുമായിട്ട് സംസാരിക്കുക. നിങ്ങൾ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല ജീവിതം ഒന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ടാവും. ആഘോഷിച്ചോളൂ, പക്ഷേ അനാവശ്യമായിട്ടുള്ള ആഘോഷമാവരുത്. നല്ല ആഘോഷങ്ങളിൽ മാത്രം പോവുക. സോ യുവർ തോട്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് C4 കോൺഫിഡൻസ്. ഏറ്റവും പ്രധാനം. ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചപ്പോൾ, എത്ര പേര് ഇതിനകത്ത് മിടുക്കരുണ്ടെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് കൈ ഉയർത്താതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ പിടിച്ചു വലിക്കുകയാണ്. ഞാൻ കൈ പൊക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്രമാത്രം മിടുക്കനാണോ എന്നുള്ള നിങ്ങളുടെ ചോദ്യം. ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഐ എം പെർഫെക്റ്റ് എന്നുള്ളതാണ്. ഞാൻ മിടുക്കനാണ്. ആ കോൺഫിഡൻസാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. മക്കളെ, ജീവിതത്തിൽ തോൽക്കും, ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും, പിന്നോട്ട് പോകുന്ന അവസ്ഥകളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളിൽ നിന്ന് നഷ്ടമാവാത്തിടത്തോളം നിങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കേട്ടോ? നിങ്ങൾ എഡ്മണ്ട് ഹിലരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ലേ? ടെൻസിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ലേ? എന്ത് ചെയ്യും ഞാൻ? എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ എവറസ്റ്റ് കൊടുമുടിയിൽ ആദ്യം കാലുകുത്തിയ മനുഷ്യനാരാ? ടെൻസിങ്ങും ഹിലാരിയാണല്ലോ. അതും കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് എഡ്മണ്ട് ഹിലരിയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയത്. ഈ ഹിലരി പുറത്തേക്ക് വന്ന സമയത്തെ, താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേ, ഈ പത്രക്കാരെല്ലാം കൂടി അദ്ദേഹത്തെ വളഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് അതിനെ കീഴടക്കിയത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് മുകളിലേക്ക് കയറി പോണ സമയത്ത് ഒരൊറ്റ മനുഷ്യൻ കൂടെയില്ല. അവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് കയറി പോണത്. അടുത്തടുത്തൊന്നുമല്ല. വർത്തമാനം പറയാൻ പറ്റുന്നില്ല, ഒരാളും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ കയറി പോവുകയാണ്. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അതിനെ കീഴടക്കിയത്? ഈ ലോകം കേട്ട ഏറ്റവും വലിയ മനോഹരമായ ഉത്തരം എന്താണെന്നറിയോ? അത് അവിടെ ഉള്ളത് കൊണ്ട്. എന്താണ് ഉത്തരം? അത് അവിടെ ഉള്ളത് കൊണ്ട്. എത്രയോ കാലമായി അതെന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തോൽപ്പിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെയാണ് പറയുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ കടമ്പകളെയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും. 17 തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വേണ്ടി ഹിലരി ശ്രമിച്ചത്. 16ാമത്തെ തവണ 100 അടി, വെറും 100 അടി പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുമായിരുന്നു. ഫ്ലാഗ് കുത്താമായിരുന്നു. പക്ഷേ തിരിച്ചു പോന്നു, കാലാവസ്ഥ മോശമായിരുന്നു. പക്ഷേ അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരണം കൊടുത്തു. മക്കളെ, അതൊരു സുന്ദരം നിമിഷമാണ്. ബ്രിട്ടനിലേക്ക്, അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് പോകാൻ പറ്റില്ല. ബ്രിട്ടനിലേക്ക് ഹിലരി ചെന്നു, വേദിയിൽ നിന്നു, കർട്ടൻ ഉയർന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഓഡിറ്റോറിയം മുഴുവൻ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം അന്ന് വരെ അത്രമാത്രം ഉയരം കീഴടക്കിയ ഒരു വ്യക്തിയില്ല. അദ്ദേഹം എന്തു പറയും എന്ന് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ ചുമരിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രം കണ്ടതോടുകൂടി ഹിലരിയുടെ കണ്ണിൽ നിന്ന് കോൺഫിഡൻസ് പുറത്തേക്ക് വരികയാണ്. ഒറ്റ സെൻറ്റൻസാണ് ഹിലരി പറഞ്ഞത്. അതിലേക്ക് ചൂണ്ടി എന്നിട്ട് പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും. കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല, ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത്. കൈയടിക്കും മക്കളെ.